നാടിന്റെ വികസനമാണ് പുതിയ വിമാനത്താവളം കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. അത് കണക്കിലെടുക്കാതെയാണ് ചിലരുടെ വിമർശനവും എതിർപ്പും. മുഖ്യമന്ത്രി ആരെയാണ് ലക്ഷ്യമാക്കുന്നത്? പദ്ധതിക്ക് സ്ഥലം വിട്ടുതരുന്നതിനെതിരെ ദുഷ്പ്രചരണം നടത്തുന്നുണ്ടല്ലോ ചിലർ. ഫണ്ട് പിരിവിൽ വിദേശ മലയാളികളുടെ പ്രതികരണം. പിരിവിന് പോയ മന്ത്രിയും സംഘവും ഇപ്പോഴെത്തുമല്ലോ, അവരോട് തന്നെ ചോദിക്കാം. നമസ്കാരം. ഓ നമസ്കാരം സാർ. നമസ്കാരം സാർ. യാത്രയൊക്കെ സുഖമായിരുന്നു സാർ? സുഖമായിരുന്നു. നിൽക്കൂ. ഇൻസ്പെക്ടർ, ഈ സ്ത്രീയെ പരിശോധിക്കൂ. സാർ, വിദേശ പര്യടനത്തെ കുറിച്ച് ഒരു നിമിഷം, ഞാൻ CM ഒന്ന് കണ്ടോട്ടെ. നമസ്കാരം. യാത്രയൊക്കെ ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ട് യാത്രയൊക്കെ സുഖമായി. ഒരു സംഘം പ്രകടനക്കാർ ഇങ്ങോട്ട് പുറപ്പെട്ടു സാർ. വൈൻഡായിട്ട് ഭൂമിയിലെയും ഞങ്ങൾ കാക്കും ആകാശത്ത് പറക്കേണ്ട വിമാനത്താവളം എന്തിനു കോടികൾ തട്ടാനോ? കൊണ്ടുവന്നിട്ടുണ്ടല്ലോ ഒട്ടകം, അറബിക്കുപ്പായോ, അങ്ങനെ ഒത്തിരി ഒത്തിരി. പെട്ടിയിലുണ്ട്. അലക്സ് മാമൻ ഇപ്പൊ എടുത്തോണ്ട് വരും. ഏട്ടൻ പോയാ പിന്നെ മോൾക്ക് ഇത് തന്നെയായിരുന്നു വർത്താനം. ഒട്ടയത്തെ കൊണ്ടുവരും, ഒട്ടയത്തെ കൊണ്ടുവരും. നീ കുടിക്കാൻ എന്തെങ്കിലും എടുത്തു വെക്കാം. ഹലോ പ്രിൻസ്, വന്നേ. പൊന്നുമോളെ, ഈ കൊള്ളാമല്ലോ. നമുക്ക് ഇഷ്ടമാണോ? മോൾ രാവിലെ എന്ത് കഴിച്ചു? പാല് കുടിച്ചു. പിന്നെ നല്ല പൊന്നുമോള്. മോൾക്ക് ഉടുപ്പക്കാർ വാങ്ങി തന്നു അച്ഛൻ. മിസ്റ്റർ സുധാരൻ, നിങ്ങൾ എന്തിനാ എന്റെ മോളെ എടുത്ത്? ആഭ്യന്തരമന്ത്രിയുടെ വീട്ടിൽ പോലീസുകാർ ആയപ്പണി എടുക്കുന്നു എന്ന് പറയിപ്പിക്കാനാണോ? അല്ല സാർ. നോ നോ നോ, മോളെ താഴെ ഇറക്കൂ. മേലിൽ ഡിപ്പാർട്ട്മെന്റ് ജീവനക്കാർ DIG ആയാലും ശരി, കോൺസ്റ്റബിൾ ആയാലും ശരി, എന്റെ മോളെ എടുക്കുകയോ സ്നേഹിക്കുകയോ ലാളിക്കുകയോ ചെയ്താൽ സൂക്ഷിച്ചോളൂ. ഐ വിൽ ടേക്ക് ആക്ഷൻ സർ. അമ്മണി എവിടെ? അമ്മണി, അമ്മണി തുടരുതന്നെ.
നോക്കൂ, ദീർഘനാളത്തെ പര്യടനം കഴിഞ്ഞ് അതും ചുട്ടുപഴുത്ത മരുഭൂമിയിൽ തിരിച്ചു വരുന്ന ഭർത്താവിനെ ഇങ്ങനെയാണോ സ്വീകരിക്കുന്നത്? പര്യടനം പുറപ്പെടുമ്പോ എന്നെ കൂടെ കൂട്ടിക്കൊണ്ടു പോണോന്ന് ഞാൻ കരഞ്ഞു പറഞ്ഞിട്ട് കേട്ടില്ലല്ലോ. എന്നെ ഈ നരകത്തിൽ തനിച്ചാക്കിയിട്ട് പോയില്ലേ? ഇനി എന്നെ കൊണ്ട് വയ്യ മറ്റുള്ളവരുടെ ദ്രോഹം സഹിച്ച് ഇവിടെ ഇങ്ങനെ കഴിയാൻ. എന്താ ഉണ്ടായത്? ശാന്തനായ എന്നെ അരിശം പിടിപ്പിക്കരുത് കേട്ടോ. പറയൂ. നിങ്ങളുടെ അമ്മയും പെങ്ങളും ഇവിടെ ഉണ്ടല്ലോ, ചോദിക്കൂ. അമ്മേ, 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 അമ്മ എവിടെ പോയി? ഞാൻ കണ്ടില്ലല്ലോ. അമ്മേ, 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 അമ്മേ. മറ്റുള്ളവരെ പേടിപ്പിച്ചളഞ്ഞല്ലോ. അമ്മ പൂജ മുറിക്കാതിരിക്കായിരുന്നോ? പേടിപ്പിക്കാനല്ല മോനെ, പുറത്തെ സ്വൈരക്കേട് സഹിക്ക വയ്യാതാവുമ്പോ മനസ്സിനൊരു സമാധാനത്തിന്. അമ്മയ്ക്ക് ഇവിടെ സ്വൈരക്കേടാണല്ലേ? അമ്മണിക്കും അതെ. പിന്നെ ബാക്കിയുള്ളവർക്ക് എങ്ങനെയാ സമാധാനം ഉണ്ടാവുക? പറയൂ. എന്തിനാ പറയുന്നത്? ഞങ്ങൾക്കൊരു പരാതിയില്ല. നീ കുടുംബത്തോടെ സമാധാനമായിട്ട് കഴിഞ്ഞാ അമ്മയ്ക്ക് അതിൽ സന്തോഷേ ഉള്ളൂ. അതിന് ഞാനും മോളും തടസ്സാണെങ്കില് ചെറുതാണെങ്കിലും നാട്ടിലൊരു കൂരയുണ്ടല്ലോ, ഞങ്ങൾ അങ്ങോട്ട് പോയിക്കോളാം. അമ്മ, പൊതുവെ ശാന്തനായി എന്നെ നിങ്ങൾ അരിശം പിടിപ്പിക്കരുത്. ഞാനൊരു മന്ത്രിയാണ്, ആഭ്യന്തരമന്ത്രി. എന്നിട്ട് സ്വന്തം വീട്ടിലെ കലഹം ഒതുക്കാൻ കഴിയില്ലെന്ന് വന്നാൽ നിങ്ങൾ എല്ലാരും ചേർന്ന് എന്നെ ഭ്രാന്ത് പിടിപ്പിക്കരുത് പ്ലീസ്. സിന്ധു, എന്താ ഇത്? ഞാൻ പോയതിനു ശേഷം ഈ മാല മാറ്റിയില്ലല്ലേ? ചേട്ടാ, അത് എടുത്തു മാറ്റൂ. നിക്ക ഇനി ഇട്ടോളൂ. അതിനല്പം താമസിക്കും. ഇത് ഗാന്ധിജിക്കുള്ളതാ. അല്ല, നിന്റെ ചേട്ടൻ എവിടെ? ഓഫീസ് റൂം കാണും. ആ, ദേ, ആള് ചൂടായിരിക്കുക. ആണോ? എന്നാ അല്പം കഴിഞ്ഞിട്ട് കാണാം. ആ, ഞാൻ ഇന്നലെ കൂടെ ഓർത്തേ ഉള്ളൂ അമ്മ ഉണ്ടാക്കുന്ന ഇഡലിയുടെയും ദോശയുടെയും ചമ്മന്തിയുടെ ഒക്കെ ഒരു രുചി. ഇപ്പൊ വേണമായിരിക്കും. ഇരിക്കി. വരൂ. അക്രമം ആര് കാണിച്ചാലും അവരോട് യോജിക്കാൻ എനിക്കാവില്ല. വേണ്ട. ശത്രുവിനെ നേരിടാൻ മൃഗീയമായ ശാരീരിക ശക്തിയല്ല, ദിവ്യമായ മനഃശക്തിയാണ് പ്രകടിപ്പിക്കേണ്ടത്. ശരിയാണ്. സഹനമാണ് നമ്മുടെ ധർമ്മം, ഉം. അഹിംസയാണ് നമ്മുടെ മാർഗം. ആയിക്കോട്ടെ. താൻ ഇങ്ങനെ എല്ലാത്തിനും ഉവ്വ ആയിക്കോട്ടെ അതേന്നൊക്കെ പറഞ്ഞ എന്താ അതിന്റെ അർത്ഥം? പിന്നെ ഞാൻ എന്താ വേണ്ടത്? ഇയാൾ ഇന്ന് കാണിച്ചതുപോലുള്ള പോക്കൃത്തർ അവസാനിപ്പിക്കണം. അതാ ഞാൻ പറഞ്ഞു വന്നത്. ഉവ്വ്. തികഞ്ഞ ഗാന്ധിയനായിരുന്നു തന്റെ അച്ഛനെന്ന കാര്യം മറക്കരുത്. എന്റെ രാഷ്ട്രീയ ഗുരു കൂടിയായിരുന്നു അദ്ദേഹം. ആ കടപ്പാട് വെച്ച് പറയുകയാണ്, ആ വലിയ മനുഷ്യന്റെ മകൻ ഇങ്ങനൊരു തെരുവ് ഗുണ്ടയെ അധപ്പതിക്കരുത്. താൻ ഈ വഴിവിട്ട്. മതി. എനിക്ക് നിങ്ങളുടെ ആദർശത്തിലും രാഷ്ട്രീയത്തിലും ഒന്നും വലിയ വിശ്വാസമില്ല. ചേട്ടനെ തെറി വിളിച്ച് വഴി തടയാൻ ഒരു കൂട്ടം ആളുകൾ വരുന്നു എന്ന് കേട്ടപ്പോ എന്റെ രക്തം തിളച്ചു. അതാണ് ഞാൻ അവിടെ കാണിച്ചത്. അല്ലാതെ നിങ്ങൾ ഉപദേശിക്കുന്ന തരത്തിൽ വെട്ടാൻ വരുന്ന പോത്തിനോട് വേദം ഓതുന്ന ഒരു വിഡ്ഢിയാവാൻ എനിക്കാവില്ല. ഞാൻ പറയേണ്ട പറഞ്ഞു. ഇനി ഇയാളുടെ ഇഷ്ടം.